ഹലോ ഓൾ, എല്ലാവർക്കും KS മെന്ററിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി സയൻസിന്റെയും മറ്റുള്ള വിഷയങ്ങളുടെയും ഒക്കെ SCRTകൾ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളത് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കാണുന്നില്ല, ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ LDC പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ മറ്റേത് പരീക്ഷയ്ക്കോ തയ്യാറെടുക്കുന്നവരായിക്കോട്ടെ, ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. മാറി വരുന്ന PSCയുടെ പാറ്റേൺ അനുസരിച്ചിട്ട് നമ്മൾ SCRT വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡീൽ ചെയ്ത് പോവുകയാണ്. എൻ്റെ പേര് ഋതുനന്ദ എന്നാണ്. ഞാനിവിടെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ജീവശാസ്ത്രത്തിലെ പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അധ്യായത്തിലേക്ക് കടക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബയോളജിയിലെ 10ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം, അതിൽ അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ഒരു ചാപ്റ്ററിലെ ആ അധ്യായത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് 2 ഭാഗങ്ങൾ ഉണ്ടാവും. ആദ്യത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൽ കവർ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ അടുത്ത ഭാഗത്ത് കവർ ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് PSC പതിവായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ പാഠത്തിന്റെ പേരെന്താ? അറിയാനും പ്രതികരിക്കാനും. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചിത്രമുണ്ട്. അതിനകത്ത് കുറെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ട്, നമുക്ക് ഈ മണം, ഈ ഒരു നിറം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് കാണാനും അറിയാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നോക്കിയേ, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. മണം, അതുപോലെ തന്നെ രുചി. നമ്മൾ ഈ ഒരു കോമഡി സീനിൽ ഈ രുചിയെ പറ്റി, അതായത് ഭയങ്കരമായ ഉപ്പുണ്ട്, ഭയങ്കരമായ എരിവുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ദാഹം തോന്നുന്നുണ്ട്, വിശപ്പ് തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് അറിയാനായിട്ട് പറ്റുന്നത്? അതിനനുസരിച്ച് ശരീരം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതാണ് ഈ പാഠത്തിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പുറമേ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, അതായത് മണം അല്ലെങ്കിൽ രുചി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇത് ഉദ്ദീപനങ്ങൾ എന്നറിയപ്പെടുന്നു. അതായത് പുറമേ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ഇതല്ലാതെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഉദ്ദീപനം ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ് വിശപ്പ് അല്ലെങ്കിൽ ദാഹം എന്നിങ്ങനെ പറയുന്നത്. അതായത് നമുക്ക് ഒരു സമയം എത്തുമ്പോഴത്തേക്കിനും ഉള്ളിൽ നിന്നും വിശപ്പ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നും, ആ ഒരു അറിവ് നമുക്ക് തോന്നും. അതിനെയാണ് നമ്മൾ ഉദ്ദീപനം എന്ന് പറയുന്നത്. പുറമേ നിന്നുള്ളതാണെങ്കിൽ മണമുണ്ട്, രുചിയുണ്ട്, അതുപോലെ എന്താ പറയുക, ആരെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ ഉള്ളതുണ്ട്, വേദനയുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ വരുന്ന ആ ഒരു ഇതിനെയാണ് ഉദ്ദീപനം എന്ന് പറയുന്നത്. അതിനനുസൃതമായിട്ട് ശരീരം എന്ത് ചെയ്യും, പ്രതികരിക്കുകയും ചെയ്യും. നമുക്ക് നോക്കാം. ഇത്തരത്തില് ഉദ്ദീപനങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായിട്ടുള്ള കോശങ്ങളുണ്ട്. അതുള്ളത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ, ദിസ് ഈസ് ദ ഫീലിംഗ്. നമുക്ക് വേദനിക്കുന്നുണ്ട്, നമുക്ക് എന്താ പറയുക, തണുപ്പ് തോന്നുന്നുണ്ട്, നമുക്ക് ചൂട് തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ആ ഒരു എന്താ പറയുക, ഉദ്ദീപനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന സമയത്ത് അത് സ്വീകരിക്കാൻ പറ്റുന്ന റിസപ്റ്ററുകൾ നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ടാണ്. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ, ജ്ഞാനേന്ദ്രിയം എന്ന് പറയുമ്പോൾ കണ്ണ്, കാണാൻ പറ്റുന്നത്, അതുപോലെ മൂക്ക്, നമുക്ക് മണം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ജ്ഞാനേന്ദ്രിയമാണ് മൂക്ക്. ശബ്ദം കേൾക്കാനായിട്ട് പറ്റുന്നതാണ് ചെവി, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും തൊലി, അതുപോലെ വേദന, ഇതെല്ലാം നമുക്ക് തൊലിയിലാണ് അനുഭവിക്കാൻ പറ്റുന്നത്. അതുപോലെ നാക്ക്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രുചിയും മറ്റും അറിയാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള ഈ ജ്ഞാനങ്ങളെല്ലാം അറിയുന്ന ഈ ജ്ഞാനേന്ദ്രിയങ്ങളിൽ സവിശേഷമായിട്ടുള്ള കോശങ്ങളുണ്ട്. ആ കോശങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഉദ്ദീപനങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തില് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന സവിശേഷമായിട്ടുള്ള ആ കോശങ്ങളുണ്ടല്ലോ, ആ കോശങ്ങൾക്ക് നമുക്കൊരു പേര് വിളിക്കാം. അവരെ നമുക്ക് ഗ്രാഹികൾ എന്ന് വിളിക്കാം. ഗ്രാഹികൾ, ഇംഗ്ലീഷിൽ നമുക്ക് റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കാം. ഇവരാണ് ഇത്തരത്തിൽ നമുക്ക് എരിവ്, രുചി, മണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, അറിയാനായിട്ട് സഹായിക്കുന്നത്. ഇത്തരത്തിൽ പുറമേ നിന്നോ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നോ വരുന്ന ആ ഒരു ഉദ്ദീപനങ്ങളെ എന്ത് ചെയ്യും, ഈ സവിശേഷമായിട്ടുള്ള കോശങ്ങൾ, റിസപ്റ്ററുകൾ സ്വീകരിക്കും. ഇവര് ഇത് സ്വീകരിച്ചതിന് ശേഷം ഉചിതമായിട്ടുള്ള സന്ദേശങ്ങളെ രൂപപ്പെടുത്തും. എന്താ പറയുന്നേ, ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന ആ സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുന്നതോടുകൂടിയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് രുചിയാണെന്നിരിക്കട്ടെ, ഭയങ്കര എരിവുണ്ട് ഈ ഫുഡ്, ഇനി ഇത് കഴിക്കല്ലേ എന്നുള്ള സന്ദേശം നമുക്ക് കിട്ടണം. അത് ഈ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ ഗ്രാഹികൾ സഹായിക്കും. ഗ്രാഹികൾ അത് ഉടനെ തന്നെ എന്ത് ചെയ്യും, ശരിയായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് വേണ്ടിയിട്ട് തലച്ചോറിലേക്ക് എത്തിക്കും. തലച്ചോറിലേക്ക് സന്ദേശങ്ങളുടെ രൂപത്തിലെത്തിക്കും. തലച്ചോറ് അതിനനുസരിച്ച് പ്രതികരിക്കും. ദാണ്ട് ഇതിന് ഭയങ്കര എരിവുണ്ട് അല്ലെങ്കിൽ ഉപ്പുണ്ട്, നമ്മളിത് കഴിക്കരുത് എന്നുള്ള കാര്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്?
നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥ എന്താ? നാഡീവ്യവസ്ഥ നമുക്ക് നോക്കാം. അങ്ങനെ ഉദ്ദീപനങ്ങൾ ഗ്രാഹികളിൽ എത്തപ്പെടുന്നു. അവിടെ ഇത് സ്വീകരിക്കാൻ ഒരുങ്ങി, ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ട് നമ്മുടെ ഗ്രാഹികളെ റെഡി ആയിട്ട് നിപ്പുണ്ട്. അവരെന്ത് ചെയ്യും? സന്ദേശങ്ങൾ രൂപപ്പെടുത്തും. ഈ സന്ദേശങ്ങൾ തലച്ചോറിലേക്കും തലച്ചോറിൽ നിന്ന് തിരിച്ച് ശരീരഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന ആളുകളാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ നാഡീവ്യവസ്ഥയെ ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂറോണുകൾ എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ടാണ്, അല്ലെങ്കിൽ നാഡീകോശം എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ടാണ്. ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെ പോലെ തന്നെ നാഡീവ്യവസ്ഥയുടെ ചെറിയ ചെറിയ സെല്ലുകളാണ് ആര്? ഈ പറയുന്ന ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം എന്ന് പറയുന്നത്. എന്തൊക്കെ കൊണ്ടാണ് നാഡീകോശം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ ഇത്തരത്തിൽ സന്ദേശം ഇങ്ങനെ കൈമാറാനാണ് സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു സന്ദേശം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു അടുത്തിരിക്കുന്ന ഒരു ന്യൂറോണിൽ നിന്നും ഇപ്പുറത്തെ ന്യൂറോണിലേക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഈ ന്യൂറോണിലേക്ക് നേരിട്ട് ഗ്രാഹിയിൽ നിന്നും ലഭിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം ഈ സന്ദേശം ലഭിക്കുന്നത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഈ ശിഖരം പോലെയുള്ള ഭാഗത്തേക്കാണ്. ഇത് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഭാഗമാണ്. അതിനുശേഷം എന്ത് ചെയ്യും? അത് കുറച്ചുകൂടെ വലിയ ശിഖരമായിട്ടുള്ള ഡെൻഡ്രോൺ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തപ്പെടും. കോശ ശരീരത്തിൽ നിന്ന്, ഇതാണ് കോശ ശരീരം. എന്താ? കോശത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം കോശ ശരീരം. അതിൽ നിന്നും ഒരു നീളം കുറഞ്ഞ തന്തു, ഒരു നീളം കുറഞ്ഞ നൂല് പോലെയാണ് ഈ ഡെൻഡ്രോണുകൾ പോയിരിക്കുന്നത്. ഇവരെന്ത് ചെയ്യും? ഡെൻഡ്രൈറ്റിൽ നിന്ന് ഈ ആവേഗങ്ങളെ അല്ലെങ്കിൽ സന്ദേശങ്ങളെ കോശ ശരീരത്തിനകത്തേക്ക് എത്തിക്കും. ഇവിടുന്ന് നേരെ വന്ന് ഈ കോശ ശരീരത്തിനകത്ത് ഇപ്പൊ നമ്മുടെ സന്ദേശം എത്തി. ഇതിനകത്തൊരു ന്യൂക്ലിയസ് തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊരു സെല്ലാണല്ലോ, അതുപോലെ തന്നെ ഒരു കോശദ്രവ്യവും ഉണ്ട്. സെല്ലായതുകൊണ്ട് തന്നെ കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട്. ഇനി എന്ത് ചെയ്യും? അടുത്തതായിട്ട് ഈ പറയുന്ന നീളമുള്ള ഭാഗത്തുകൂടി സന്ദേശങ്ങൾ കൈമാറിപ്പോണം. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ആക്സോൺ എന്ന് വിളിക്കും. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ ഒരു തന്തുവാണ് ആക്സോൺ എന്ന് പറയുന്നത്. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന, ഈ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ആവേഗങ്ങളെ അല്ലെങ്കിൽ സന്ദേശങ്ങളെ, ഈ ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയാ, ഗ്രാഹികൾ ഉണ്ടാക്കുന്ന ഒരു സന്ദേശങ്ങളെ എത്തിക്കുന്നത് ആരാണ്? പുറത്തേക്ക് എത്തിക്കുന്ന ആരാണ്? ആക്സോൺ ആണ്. കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്നു. അതുപോലെ ഈ ഒരു ആവേഗങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിനെ ചുറ്റി, ആവേഗം എന്ന് പറയുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന സന്ദേശങ്ങളെയാണ് നമ്മൾ പറയുന്നത്, ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് പോലെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു വൈദ്യുത പ്രവാഹം പോലെയാണ്. അത് വളരെ പെട്ടെന്നാണ് പോകുന്നത്. ഈ രീതിയിൽ ഈ ന്യൂറോണുകൾക്ക് കേടുപാട് സംഭവിക്കാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും ഉണ്ടാവുന്ന ആ ഒരു ഇലക്ട്രിക് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഷ്വാൻ കോശം എന്ന് പറയുന്ന ഒരു കോശം ആക്സോണിനെ വലയം ചെയ്യുന്നു. ടെക്നിക്കലി അതൊരു എന്താ പറയാ, ഫാറ്റ് മെയ്ഡ് ആയിട്ടുള്ള, ഫാറ്റ് കൊണ്ട്, കൊഴുപ്പ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വസ്തുവാണ് ഈ ശ്വാൻ കോശം എന്ന് പറയുന്നത്. ഈ ശ്വാൻ കോശങ്ങൾ കൊണ്ട് ആക്സോണിനെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഈ ആക്സോൺ നേരെ പോയി ഇവിടെ ചെന്ന് വീണ്ടും ശിഖരങ്ങളായിട്ട് പിന്തിരിയും. ഇങ്ങനെ ശിഖരങ്ങളായിട്ട് മാറുമ്പോൾ ആ ശിഖരങ്ങളുടെ ഈ വലിയ വള്ളികൾ, ഈ വലിയ വലിയ ശാഖകളെ നമ്മൾ എന്ത് വിളിക്കും? ആക്സോണൈറ്റ് എന്ന് വിളിക്കും. ആക്സോണിൽ നിന്നും നേരെ പോകുന്ന ശാഖകളാണ്. അവരെന്ത് ചെയ്യുന്നു? ഈ ആവേഗങ്ങളെ അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കുന്നു, സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ ആക്സോണൈറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഈ ഭാഗത്തെ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കും. അവിടെയാണ് ഈ ഒരു ആവേഗം ഒരു ന്യൂറോണിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്ക് എത്തപ്പെടുന്നത്. ഇവിടെ നിന്നും അടുത്ത ന്യൂറോൺ തുടങ്ങും. ഇവിടെ ഒരു ഗ്യാപ്പാണ്. ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കാം. ഇവിടെ നാഡീയ പ്രേക്ഷകം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാവുകയും ഈ ഭാഗത്ത് നിന്നുള്ള സന്ദേശങ്ങളെ അടുത്ത ന്യൂറോണിലേക്ക്, അടുത്ത ന്യൂറോണിന്റെ ഈ പറയുന്ന ഡെൻഡ്രൈറ്റിലേക്ക് എത്തിക്കപ്പെടുകയും ചെയ്യുന്നു. അവിടെ നിന്ന് ഇങ്ങനെ സന്ദേശങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ന്യൂറോൺ അല്ലെങ്കിൽ നാഡീ കോശം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശങ്ങളാണ്. അവർ പെട്ടെന്ന് നശിച്ചു പോവുകയുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? അതിനെ ഈ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. അപ്പൊ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ഈ ന്യൂറോണുകൾ അല്ലെങ്കിൽ നാഡീ കോശങ്ങളിൽ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞു ആക്സോണിനെ പൊതിഞ്ഞ് ഇങ്ങനെ ശ്വാൻ കോശങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ശ്വാൻ കോശത്തിൽ നിന്നും മയ്യലിൻ ശത്ത് എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാവുന്നു. ഈ വസ്തു എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കും, നമ്മുടെ ഒരു ന്യൂറോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കും. ഇനി അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ, നമ്മുടെ തലച്ചോറ്, സുഷുമ്ന തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യും? മയ്യലിൻ ശത്തിനോടൊപ്പം ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ടും ഈ ശ്വാൻ കോശങ്ങൾ മാറും. എന്നിട്ട് എന്ത് ചെയ്യും? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സംരക്ഷിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണ്.
അതേസമയം പെരിഫറൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് ഭാഗങ്ങൾ വരുമ്പോഴത്തേക്കിനും എന്താണ് അവിടെ മയ്യലിൻ ക്ഷത്താണ്. എന്താന്നുള്ളത് നമുക്ക് നോക്കാം, എന്താണ് പെരിഫറൽ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അടുത്ത കാര്യത്തിലേക്ക് പോവാം. തലച്ചോറിലുള്ള ഈ പറയുന്ന നാഡീ കോശങ്ങളുണ്ടല്ലോ, ഇവരില് മയ്യലിൻ ക്ഷത്ത് കൊണ്ട് അല്ലെങ്കിൽ ശ്വാൻ കോശങ്ങളെ കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന ആ ഭാഗങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? വൈറ്റ് മാറ്റർ എന്ന് വിളിക്കും. മയ്യലിൻ ക്ഷത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? വൈറ്റ് മാറ്റർ എന്ന് വിളിക്കും. മയ്യലിൻ ക്ഷത്ത് ഇല്ല, മയ്യലിൻ ക്ഷത്ത് അതിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങള് ഗ്രേ മാറ്റർ എന്ന് വിളിക്കും. അതായത് ഈ പറയുന്ന നാഡീകോശങ്ങളിൽ എന്തുണ്ടെങ്കിൽ മയ്യലിൻ ക്ഷത്ത് ഉണ്ടെങ്കിൽ അത് വൈറ്റ് മാറ്റർ ആണ്, ഇല്ലെങ്കിൽ അത് ഗ്രേ മാറ്റർ ആണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏത് രീതിയിലാണ് ഈ പറയുന്ന നാഡിയിലൂടെ ഒരു സംരക്ഷണം, ഒരു സന്ദേശം ഇങ്ങനെ കൈമാറി പോകുന്നത് നമുക്ക് നോക്കാം. ഈ പറയുന്ന ഈ നാഡീകോശം, ഇവിടെ ഒരു എന്താ പറയുക നാഡീകോശം ഉണ്ട്. ഈ രീതിയിൽ ഇതിൽ നിന്നും ഇങ്ങനെ ഇത് വന്നേക്കുന്നു, ഇങ്ങനെ കോശം പോകുന്നു. ഈ കോശത്തിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇതിൽ നിന്നും ആക്സോൺ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഈ ആക്സോണിന്റെ ഭാഗത്തെ മാത്രം നമ്മൾ എടുക്കുകയാണെന്നിരിക്കട്ടെ, എങ്ങനെ ഇരിക്കും? ഈ പറയുന്ന ഇങ്ങനെ ഒരു സാധനമായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് ഞാൻ ഈ വരച്ചു വെച്ചേക്കുന്നതെന്ന്? ഈ പറയുന്ന ആക്സോണിന്റെ ഭാഗമാണ്. ആക്സോണിന്റെ ഭാഗത്തില് ഈ രീതിയിൽ അകത്തെല്ലാം ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചാർജുകളും പുറത്തെല്ലാം ഇത്തരത്തില് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചാർജുകളുടെ രൂപത്തിലുമാണ് സാധാരണഗതിയിൽ ആക്സോണിനകത്ത് ഇരിക്കുക എന്ന് വിചാരിക്കാം. ഇവിടെ നമുക്കൊരു ടച്ച്, ഒരു വേദന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തണുപ്പ്, ഒരു സാധനം, എന്തെങ്കിലും ഒരു ഉദ്ദീപനം നമ്മുടെ ഒരു ന്യൂറോണിനകത്തേക്ക് ഉണ്ടാവുകയാണ്, ഇങ്ങനെ അറിയാണ്. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ എവിടെയാണോ ഈ ഉദ്ദീപനം ഉണ്ടാവുന്നത് ആ ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിനകത്തുള്ള ഈ പറയുന്ന പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവ്. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഉദ്ദീപനം വന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സാധാരണഗതിയിലുള്ള ആ ഒരു നില മാറും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ പറയുന്ന പോസിറ്റീവുകൾ ഈ ഭാഗത്ത് മാത്രം അകത്തേക്ക് പോയി, ബാക്കിയെല്ലാം ഇവിടെ നെഗറ്റീവ് തന്നെ ഇരിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് തന്നെ ഇരിക്കുന്നത്, ഇവിടെ ഇങ്ങനെ നെഗറ്റീവ്. ഇപ്പം എന്ത് സംഭവിച്ചു? സാധാരണഗതിയിൽ നിന്നൊരു മാറ്റം സംഭവിച്ചു. ഉടനെ ശരീരം എന്ത് ചെയ്യും? ഈ ഭാഗത്ത് നിന്ന് ഇത് മാറ്റാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഈ ഒരു പോസിറ്റീവ് വെളിയിലേക്ക് പോകും, ഈ നെഗറ്റീവ് താഴേക്ക് വരുമ്പോൾ ഇത് ഇപ്പുറത്തേക്ക് വരും. അത് കഴിഞ്ഞ് വീണ്ടും ഇത് മുകളിലേക്ക് പോകും, വീണ്ടും ഇപ്പുറത്തേക്ക് വരും. അങ്ങനെ ഇത് മാറി പോയി എന്ത് ചെയ്യുന്നു വെച്ചാൽ തലച്ചോറ് വരെയും സന്ദേശം പോകും. തലച്ചോറിൽ നിന്ന് തിരിച്ചും സന്ദേശം വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരത്തിലുള്ളൊരു ഇലക്ട്രിക്കൽ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സന്ദേശങ്ങൾ കൈമാറുന്നത്. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ പോലെയാണ് ഇത് കൈമാറുന്നതെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ഒരു ന്യൂറോണിനെ നമ്മൾ മയ്യലിൻ ക്ഷത്തൊക്കെ വെച്ച് പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ന്യൂറോണിൻ്റെ ഒരു ഇൻസുലേറ്റർ പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന മയ്യലിൻ ക്ഷത്ത് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണം. നോക്കാം, ഒരു ന്യൂറോണിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇനി പറയുന്ന ഈ സന്ദേശങ്ങളെല്ലാം കൈമാറണം. നമ്മൾ പറഞ്ഞ ഈ ന്യൂറോണിൻ്റെ അറ്റം ഇവിടെ വന്നിട്ട് ഈ പറയുന്ന ഒരു ആക്സോണൈറ്റിൽ വന്ന് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവസാനിക്കും. ഇവിടുന്ന് ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞ ശേഷമാണ് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ പിന്നെ ഈ പറയുന്ന രണ്ട് സാധനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് എങ്ങനെ ഈ സന്ദേശങ്ങൾ കൈമാറും? അതിനുവേണ്ടി ശരീരം ഒരു മെക്കാനിസം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു മെക്കാനിസമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഒരു വൈദ്യുത ആവേഗം പോലെയാണ് സന്ദേശങ്ങൾ മാറിപ്പോകുന്നതെന്ന്. ഈ വൈദ്യുതാവേഗം ഈ പറയുന്ന സിനാപ്റ്റിക് നോബിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ എത്തി അത് ഈ പറയുന്ന ഈ നോബുകളുടെ അടുത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അതിനകത്ത് നിന്ന് നാഡീയ പ്രേക്ഷകം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കും, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു സാധനം. എന്താണെന്ന് നോക്കി വെച്ചോ, നമ്മളിനി അടുത്ത 2ാം പാർട്ടിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരും, അല്ലെങ്കിലും പരീക്ഷയ്ക്ക് ആവശ്യം വരും. എന്തുണ്ടാവും? ഒരു നാഡീയ പ്രേക്ഷകം അല്ലെങ്കിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടാവും. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ സഹായത്തോടു കൂടി ഈ പറയുന്ന ഇലക്ട്രിക്കൽ ആവേഗം ഇവിടെ ഒരു കെമിക്കൽ ആവേഗമായിട്ട് മാറിയിട്ട് ഇത് അടുത്ത ഭാഗത്തേക്ക് പോകും. അടുത്ത നാഡീകോശത്തിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് മാറ്റപ്പെടും. അവിടെ വീണ്ടും അത് വൈദ്യുതാവേഗമായിട്ട് മാറിയിട്ട് അടുത്ത ന്യൂറോണിലേക്ക് മാറും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ഒരു വൈദ്യുതാവേഗം പോലെ ഇങ്ങോട്ട് വരുന്നു. ഇതിൻ്റെ എന്താ പറയുക, ആക്സോണിൻ്റെ ഏറ്റവും അറ്റത്ത് പോയി സിനാപ്റ്റിക് നോബിൽ എത്തപ്പെടുന്നു. അവിടെ നാഡീയ പ്രേക്ഷകം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ശരീരം ഒരു കെമിക്കലാണ്, അത് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ നാഡീയ പ്രേക്ഷകത്തിൻ്റെ സഹായത്തോടു കൂടി ഈ പറയുന്ന സന്ദേശങ്ങൾ അടുത്ത ന്യൂറോണിൻ്റെ അടുത്ത നാഡീകോശത്തിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് മാറ്റപ്പെടുന്നു. ഇത്രേ ഉള്ളൂ സംഭവം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇനി ബാക്കി എന്താണുള്ളത് നോക്കാം. ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വന്നേ, ഇതാ 2 നാഡീകോശങ്ങൾ തമ്മിലോ ഒരു നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് 2 നാഡികളുടെ ഇടയിലാണ്. 2 നാഡികളുടെ ഇടയിൽ തന്നെ ആയിക്കൊള്ളുന്നില്ല. ഒരു പേശീകോശം, ഒരു മസിലും അതിൻ്റെ അടുത്തൊരു ന്യൂറോണും ഇരുന്ന് കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് പേശികളിൽ വേദന അനുഭവിക്കുന്ന ആ ഒരു സാധനം. ഓക്കെ, ഇനി അടുത്തത് എന്താ? അതുപോലെ നാഡീകോശവും ഗ്രന്ഥികോശവുമായിട്ടോ ബന്ധപ്പെടുന്ന ഭാഗങ്ങളുണ്ട്. അതായത് ഗ്രന്ഥികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗങ്ങൾ. അവിടെയും എന്തുണ്ടാവാം? ഈ രീതിയിലുള്ള എന്താ പറയുക, സിനാപ്സുകൾ ഉണ്ടാവാം. ഇങ്ങനെ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ, അതായത് ഈ സിനാപ്സ് എന്നുള്ളത് ആ ഒരു ഭാഗത്തെ മൊത്തത്തിൽ പറയുന്ന പേരാണ്. സിനാപ്റ്റിക് നോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ പോയി അവസാനിക്കുന്ന ആ ഒരു ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിൽ എത്തപ്പെടുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്സ് അതിൻ്റെ വിടവിലേക്ക് സ്രവിക്കുന്നു. ഞാൻ പറഞ്ഞു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞ്, അതൊരു ചില രാസവസ്തുക്കളാണ്. അതല്ലേ, ഈ രാസവസ്തുക്കളാണ് എന്ത്? നാഡീയ പ്രേക്ഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് പറയുന്നത്. ഇനി പറഞ്ഞേ, നാഡീയ പ്രേക്ഷകങ്ങൾ എവിടെയാണ് ഉണ്ടാക്കുന്നത്? സിനാപ്സിൽ. മനസ്സിലായല്ലോ, എവിടെയാണ് ഉണ്ടാവുന്നത്? സിനാപ്സിൽ. എന്തിനാണത്? സന്ദേശങ്ങളെ കൈമാറ്റം ചെയ്യാനായിട്ട്. ഈ സിനാപ്സ് എവിടെയൊക്കെ ഉണ്ടാവാം? 2 നാഡീകോശങ്ങളുടെ ഇടയിലുണ്ടാവാം, ഒരു നാഡീകോശത്തിൻ്റെ ഒരു പേശികോശത്തിൻ്റെ ഇടയിലുണ്ടാവാം, ഒരു നാഡീകോശത്തിൻ്റെയും ഒരു ഗ്രന്ഥികോശത്തിൻ്റെയും ഇടയിലും ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ഈ നാഡീയ പ്രേക്ഷകങ്ങൾ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യുന്ന ചോദിച്ചാൽ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ അല്ലെങ്കിൽ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുതാവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. അതായത് ഈ ന്യൂറോണിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോയി ഇവിടെ ഈ സിനാപ്സിൽ വെച്ചിട്ട് അടുത്ത നാഡീയ പ്രേക്ഷകം ഉണ്ടായി. ഈ നാഡീയ പ്രേക്ഷകങ്ങൾ അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് ഒരു പുതിയ ഉദ്ദീപനം ഉണ്ടാക്കി കൊടുക്കുന്നു, ഒരു വൈദ്യുതാവേഗം ഉണ്ടാക്കി കൊടുക്കുന്നു. അവിടുന്ന് അടുത്തേക്ക് പോകുന്നു, അടുത്തേക്ക് പോകുന്നു, ആ രീതിയിൽ സൃഷ്ടിക്കുന്നു. ഇത്തരത്തിലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പലതരത്തിലുള്ളവയുണ്ട്, പല നാഡീയ പ്രേക്ഷകങ്ങളുണ്ട്. 2 എണ്ണമാണ് ഉള്ളത്, മെയിനായിട്ടുള്ളത്. അസറ്റൈൽ കോളിൻ, അതുപോലെ ഡോപ്പമിൻ. ഇവരെ 2 പേരെ നോക്കി വെച്ചേക്കാം. എന്തൊക്കെയാണ്? അസറ്റൈൽ കോളിൻ അല്ലെങ്കിൽ ഡോപ്പമിൻ. നമ്മൾ പലപ്പോഴും സന്തോഷം അല്ലെങ്കിൽ പല വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും, എങ്ങനെ നമുക്ക് ഉണർവോടെ ഇരിക്കാം. ഇങ്ങനത്തെ പല വീഡിയോ കാണുമ്പോഴും അതിനകത്ത് ഡോപ്പമിൻ എന്നൊരു പേര് പറയും. എന്താ ഈ ഡോപ്പമിൻ? ഡോപ്പമിൻ ഒരു നാഡീയ പ്രേക്ഷകമാണ്. ഡോപ്പമിൻ അപ്പം എന്താണ്? ഡോപ്പമിൻ ഒരു നാഡീയ പ്രേക്ഷകങ്ങളാണ്. എന്നിവ നാഡീയ പ്രേക്ഷകങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവയൊക്കെ ക്രമീകരിക്കുന്നത് ആരാണ്? സിനാപ്സുകളുടെ ധർമ്മമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ ഒരു ആവേഗം പോകേണ്ടത്, ഏത് ദിശയിൽ പോകണം, എത്ര പെട്ടെന്ന് പോകണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്? സിനാപ്സുകളാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിനിടയിൽ ഇങ്ങനെ ഗ്യാപ്പൊക്കെ വിട്ട് സിനാപ്സ് ഒക്കെ വെച്ച് ന്യൂറോ ട്രാൻസ്മിറ്ററുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ രക്തക്കുഴലിൽ ഒഴുകുന്ന പോലെ സന്ദേശങ്ങൾ പോകാതിരിക്കുന്നത്, ഏത് ദിശയിൽ പോകണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന ഒരു നാഡീകോശവും മറ്റൊരു നാഡീകോശവും തമ്മിലുള്ളതാണ് പറയുന്നത്. അതുപോലെ ഒരു നാഡീകോശവും ഒരു പേശീകോശവും തമ്മിലും സിനാപ്സ് ഉണ്ടാവാം. ഒരു നാഡീകോശവും ഗ്രന്ഥികോശവും തമ്മിലും എന്തുണ്ടാവാം? സിനാപ്സ് ഉണ്ടാവാം എന്നുള്ളതാണ്. നോക്കാം, നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള നാഡികളുണ്ട്. അവ ഏതൊക്കെയാണെന്നും അതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സംവേദനാഡി അല്ലെങ്കിൽ സംവേദനാഡി തന്തുക്കൾ. ഇവരെന്താ ചെയ്യുന്നത്? സംവേദനാഡി തന്തുക്കൾ ചേർന്നുണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ എന്ത് ചെയ്യും? മസ്തിഷ്കത്തിലേക്കും അതുപോലെ സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംവേദങ്ങൾ സുഷുമ്നയിലേക്കും അതുപോലെ തന്നെ തലച്ചോറിലേക്കും എത്തിക്കുന്ന ആളാണ് സംവേദനാഡി. ഓക്കെ, അടുത്തതായിട്ട് പ്രേരകനാഡി എന്താണ് ചെയ്യുന്നത്? തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നും സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. തിരിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ് ആര്? പ്രേരകനാഡി എന്ന് പറയുന്നത്. പ്രേരകനാഡി തന്തുക്കൾ ചേർന്നുണ്ടാവുന്നു. അടുത്ത ആളാണ് സമ്മിശ്രനാഡി. സംവേദനാഡി തന്തുക്കളും പ്രേരകനാഡി തന്തുക്കളും ചേർന്നാണ് ഇതുണ്ടാവുന്നത്. അപ്പൊ പിന്നെ ഇതിന്റെ ധർമ്മം എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറ, എന്തായിരിക്കും? തലച്ചോറ്, സുഷുമ്ന,
തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന ആളാണ് ആര്? ഈ പറയുന്ന സമ്മിശ്ര നാഡി എന്നുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ മസ്തിഷ്കമുണ്ട്, സുഷുമ്നയുണ്ട്. ഇവരാണ് പ്രധാനമായിട്ടും അവരിലേക്ക് സന്ദേശങ്ങൾ എത്തപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ പറയുന്ന മസ്തിഷ്കം, സുഷുമ്ന എന്നിവ അടങ്ങുന്നതിനെ കേന്ദ്ര നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ നെർവൽ സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്. അടുത്തതായിട്ട് ശിരോനാഡികളും അതുപോലെ സുഷുമ്ന നാഡികളും. ശിരോനാഡി എന്ന് പറയുമ്പോൾ തലച്ചോറിലേക്ക് പോകുന്ന നാഡികൾ, അതുപോലെ സുഷുമ്ന നാഡി എന്ന് പറയുമ്പോൾ സുഷുമ്നയിലേക്ക് പോകുന്ന നാഡികൾ. ഇവർ ചേരുന്നതാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഡീ വ്യവസ്ഥയെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു: കേന്ദ്ര നാഡീ വ്യവസ്ഥ, പെരിഫറൽ നാഡീ വ്യവസ്ഥ. അപ്പോൾ ഈ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ എന്തൊക്കെയുണ്ട്? മസ്തിഷ്കമുണ്ട്, അതുപോലെ സുഷുമ്നയുണ്ട്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? സുഷുമ്ന നാഡികളുണ്ട്, അതുപോലെ എന്തുണ്ട്? ശിരോനാഡികളുണ്ട്. ഇവിടെ നമ്മൾ നോക്കണം ഒരു കാര്യം, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് പറയാണ്. ശിരോനാഡികൾ 12 ജോഡിയാണുള്ളത്, സുഷുമ്ന നാഡികൾ 31 ജോഡിയുണ്ട്. ഇതിങ്ങനെ പഠിച്ചു വെച്ചേക്കണം നമ്പർ. അത് നമുക്ക് പഠിക്കാൻ വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ച് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ആൾ വരുന്നു, തലച്ചോറ്. തലച്ചോറിൻ്റെ പ്രത്യേകത എന്തൊക്കെയാ? നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ എന്താ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സന്ദേശങ്ങൾ എത്തിക്കുന്നതും സന്ദേശങ്ങൾ സ്വീകരിക്കുകയും അതിന് വേണ്ട തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. ബ്രെയിനിന് കുറേ ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണത്? മെയിനായിട്ട് ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രം എന്തൊക്കെ ചെയ്യുന്നു? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഇതാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും എല്ലാം ഈ ഒരു ഭാഗത്ത് കാണുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? കാരണം അതിനകത്ത് മാക്സിമം നാഡികൾ, അതായത് നമ്മുടെ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. നാഡീകോശങ്ങൾ ഉൾക്കൊള്ളുന്നു ആ ഒരു മടക്കുകളിലും അതുപോലെ ചുളിവുകളിലുമെല്ലാം. ഈ സെറിബ്രത്തിൽ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്ന് വിളിക്കുന്നു. ഈ പുറം ഭാഗത്തെ കോർട്ടക്സ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്ന് വിളിക്കുന്നു. ഈ ഭാഗം മെഡുല്ല എന്ന് വിളിക്കുന്നു. എന്തൊക്കെയാണ് സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ? ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ ചോദിച്ചു കാണാറുള്ള ചോദ്യം, അതുകൊണ്ട് മനസ്സിലാക്കി പോവുക. എന്തൊക്കെയാ ഫംഗ്ഷൻ? ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ ഒക്കെ കേന്ദ്രമാണ് സെറിബ്രം. ചിന്ത, അതുപോലെ തന്നെ ബുദ്ധി, ഓർമ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആരാണ് ചെയ്യുന്നത്? നമ്മുടെ സെറിബ്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതും ആരാണ്? സെറിബ്രമാണ്. നമ്മൾ കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, ഇത്തരത്തിലുള്ള എല്ലാ ഇന്ദ്രിയാനുഭവങ്ങളും സാധ്യമാക്കുന്നത് സെറിബ്രമാണ്. മാത്രമല്ല ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. എന്താ ഐശ്ചിക ചലനം? ഞാൻ വേണമെന്ന് വെച്ചിട്ട് മൂവ് ചെയ്യുന്ന ചലനങ്ങൾ. ഇങ്ങനെ കൈയെടുക്കണം, അങ്ങനെ കൈയെടുക്കണം, നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, ഇത്തരത്തിലുള്ള ചലനങ്ങളെല്ലാം ഞാൻ വേണമെന്ന് വെക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചലനങ്ങളാണ്. അതാണ് ഐശ്ചിക ചലനങ്ങൾ അല്ലെങ്കിൽ വോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്ത തലച്ചോറിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. എന്താണ് സെറിബെല്ലം എന്ന് പറയുന്നത്? ഓക്കെ, മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദലങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഒരു ഭാഗത്താണ് കാണപ്പെടുന്നത്. 2 ദലങ്ങളായിട്ട് കാണാം. ഇവിടെയും ഒരുപാട് ചുളിവുകളും ചാലുകളും ഉണ്ട്. നമ്മുടെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നത് ആരാണ്? സെറിബെല്ലമാണ്. കുറേ നേരം നിങ്ങളിങ്ങനെ വട്ടത്തി കറങ്ങുന്ന സമയത്ത് നമുക്ക് തലചുറ്റലുണ്ടാവുന്നതിൻ്റെ കാരണം ഈ സെറിബെല്ലത്തിലേക്ക് ചെവിയിൽ നിന്നും ഒരു തുലന നില പാലിക്കാനുള്ള ഒരു സംവിധാനം പോകുന്നുണ്ട്. അത് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് തല ചുറ്റുന്നത്, നമ്മൾ വീഴാൻ പോകുന്നതായിട്ടും തോന്നുന്നത്. അപ്പോൾ ശരീരത്തിന്റെ തുലന നില പാലിക്കുന്ന ആ ആൾ ആരാ? സെറിബെല്ലമാണ്. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മെഡുല്ല ഒബ്ലാങ്കേറ്റ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒബ്ലാങ്കേറ്റയ്ക്ക് അടി കിട്ടാതെ നോക്കിക്കോ. ആ മെഡുല്ല ഒബ്ലാങ്കേറ്റ ആരാണ്? ഈ ദണ്ട് പോലെ കാണപ്പെടുന്ന ആളാണ്. സെറിബ്രത്തിന്റെ ചുവടെയായിട്ട് സെറിബെല്ലത്തോട് ചേർന്ന് തന്നെ ഒരു ദണ്ടിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പിറകുവശത്താണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയിട്ടുള്ള അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. എന്താ അനൈശ്ചിക പ്രവർത്തനം? ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ലാതെ ചെയ്യുന്ന കാര്യം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ശ്വാസം വലിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഞാൻ കോൺഷ്യസ് ആയിട്ട് ഓക്കെ ഇപ്പോൾ ശ്വാസം വലിച്ചേക്കാം, പിന്നെ വിടാം, ഇങ്ങനെ പറഞ്ഞിട്ടാണോ ശ്വാസം വലിക്കുന്നത്? അല്ല. ഞാൻ ഉച്ചയായപ്പോൾ ചോറുണ്ടു,
ആ ചോറ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? ദഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ശരീരത്തിനകത്തുള്ള ആ ഒരു ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക എലിമെൻ്ററി കനാല്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വേണമെന്ന് വെച്ചിട്ടാണോ അത് ചെയ്യുന്നത്? ശരി, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഫോക്കസ് മാറണ്ട, ഈ ഒരു SCRT ക്ലാസ് കഴിയുന്നവരെ കുറച്ചു നേരം ദഹിക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചാൽ എനിക്കത് മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. രക്തക്കൊള്ളിലൂടെ രക്തം പോകുന്നുണ്ട്. ഞാൻ വിചാരിക്കുക രക്തം ഞാനിതങ്ങനെ പിടിച്ചു വെക്കാൻ പോവാ ഈ ക്ലാസ് കഴിയുന്നവരെ, എനിക്ക് പറ്റുമോ? അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നോൺ വോളണ്ടറി ആക്ഷൻസ്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അതുകൊണ്ടാണ് ഒബ്ലോങ്കേറ്റയ്ക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻവോളണ്ടറി ആയിട്ട് നമുക്ക് ഛർദ്ദിക്കാൻ വരികയൊക്കെ ചെയ്യുന്നത്. അടുത്തതായിട്ട് എന്താ? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് തലാമസിന്റെ തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ്. ഈ ഒരു ഭാഗമാണ് തലാമസ്. ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഹൈപ്പോതലാമസ് നമുക്ക് കാണാൻ പറ്റും. ഹൈപ്പോതലാമസ് ഈ ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അതായത് ഹോമിയോസ്റ്റാറ്റിസ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. എന്താ തലാമസ് ചെയ്യുന്നത്? തലാമസ് ഈ ഒരു ഭാഗമാണ്. ഇത്രയും ആൾക്കാരെ പറയുമ്പോഴാണ് നമ്മൾ തലാമസിന്റെ കാര്യം പറയേണ്ടത്. തലാമസ് ഈസ് ദ റിലേ സിസ്റ്റം ഓഫ് ദ ബ്രെയിൻ. എന്താ തലാമസ് ചെയ്യുന്നത്? സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നു. സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ പരിശോധിച്ചിട്ട് ഏതൊക്കെയാണ് പ്രാധാന്യമുള്ളവ എന്ന് നോക്കി കണ്ടുപിടിച്ച് അത് സെറിബ്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്? തലാമസ് ചെയ്യുന്നത്. ഇനി നിങ്ങളൊരു കാര്യം പറഞ്ഞേ, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇനാക്റ്റീവ് ആകുന്ന ആ ഒരു ഭാഗം ഏതാ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇനി നമുക്കൊരു വേദന വരികയാണ് ശരീരത്തിൽ, അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നു. ഈ പറയുന്ന വേദന സംഹാരികൾ ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? നിങ്ങൾ പറ, എവിടെയായിരിക്കും? തീർച്ചയായിട്ടും തലാമസിലായിരിക്കും. തലാമസിൽ വന്ന് വേദന സംഹാരികൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേദന അറിയില്ല. കാരണം തലാമസ് അവിടെ വന്ന് നിർത്തി, ഇതിന് സെറിബ്രത്തിലേക്ക് കൊടുക്കത്തില്ല. കാരണം അത് റിലേ സിസ്റ്റം പോലെ പ്രവർത്തിച്ചാലേ സെറിബ്രത്തിൽ അത് എത്തി സെറിബ്രത്തിന് മനസ്സിലാവുള്ളൂ, ഓക്കെ ഇയാൾക്ക് വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പാർട്സ് ഓഫ് ബ്രെയിൻ നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ, LDC ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ക്ലാസ്സുകളെല്ലാം, ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പോകുന്നുണ്ട്. ഇത് SCRTയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നിങ്ങൾ ക്ലാസ് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഈ ചിത്രം കണ്ടില്ലേ? ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ആദ്യത്തെ ആള് ചോദിക്കുന്നുണ്ട്, അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? ആരാണ് ഞാൻ എന്ന് നമ്മൾ ഓർക്കുന്നതും, ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടുന്ന് പഠിച്ച് അല്ലെങ്കിൽ ഇന്നതാണ് പറയണ്ടേ എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഞാനത് ഓർത്ത് എനിക്ക് പറയാൻ പറ്റുന്നതും തലച്ചോറിൻ്റെ ഏത് ഭാഗം കാരണമാണ്? ഏത് ഭാഗമാണ്? സെറിബ്രം. കാരണം ചിന്ത, ഓർമ്മ, ബുദ്ധി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് സെറിബ്രമാണ്. ഇനി ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം നിങ്ങൾ പറ, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇനാക്റ്റീവ് ആകുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഏതാ ആ ഭാഗം? തലാമസ്. കാരണം തലാമസ് ഉറങ്ങിയാ എന്ത് ചെയ്യും? ഈ പറയുന്ന സന്ദേശങ്ങളൊന്നും അവിടുന്ന് സെറിബ്രത്തിലേക്കും സെറിബെല്ലത്തിലേക്കും ഒന്നും പോവില്ല. അപ്പം നമുക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ വിശപ്പ്, ദാഹം, വേദന തുടങ്ങിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. ഉറങ്ങുമ്പോൾ ഇനാക്റ്റീവ് ആകുന്നത് റിലേ സിസ്റ്റമായിട്ടുള്ള തലാമസ് ആണ്. ഇനി ഒരു ചോദ്യം, നമ്മൾ മദ്യപിക്കുകയാണെന്നിരിക്കട്ടെ, മദ്യപിക്കുമ്പോൾ പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ്? ഇത് നിങ്ങൾ ആലോചിച്ച് കമൻ്റ് ഇടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിനെക്കുറിച്ച് പറയാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കിനും ഞാനത് ഡിസ്കസ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റുകൾ പോരട്ടെ, കമൻറ്റ് ബോക്സ് നിറയട്ടെ. എന്താണ് എന്നുള്ളത് ആലോചിച്ച് കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഓരോരോ ഭാഗത്തിൻ്റെയും ഫംഗ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന, അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. തലച്ചോറിൽ നിന്നും ഇങ്ങനെ താഴേക്കാണ് നീ പറയുന്ന എന്താ പറയുക സ്പൈനൽ കോഡ് വരുന്നത് അല്ലേ? ഈ സ്പൈനൽ കോഡിനെ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഭാഗത്ത് ഗ്രേ മാറ്റർ കാണാം. എന്താ ഗ്രേ മാറ്റർ? ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, മയ്യലിൻശത്തില്ലാത്ത സ്ഥലം. അടുത്തത് വൈറ്റ് മാറ്റർ, മയ്യലിൻശത്തുള്ള സ്ഥലം. ഈ രീതിയിലാണ് നമുക്ക് എന്ത് കാണുക? സുഷുമ്നയെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിനെ കാണാനായിട്ട് പറ്റുക. ഈ സുഷുമ്നയിൽ നിന്നും 32 ജോഡി സുഷുമ്നാ നാഡികൾ പുറപ്പെടുന്നു. ഓരോ നാഡിയും ഡോർസൽ റൂട്ട്
വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നാണ് ഉണ്ടാവുന്നത്. ആരവരൊക്കെ നോക്കാം. സംവേദ ആവേഗങ്ങൾ, അതായത് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്ദേശങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്ക് എത്തുന്നു. ഡോർസൽ റൂട്ട് എന്ന് പറയുന്ന ആ ഒരു ഇതിലൂടെ എന്ത് ചെയ്യുന്നു? അതിലേക്ക് എത്തുന്നു. എന്താണ് സംവേദ ആവേഗങ്ങൾ? നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന ആ ഒരു സാധനങ്ങൾ, ഉദ്ദീപനങ്ങളിൽ നിന്നും ഉണ്ടാവുന്നത്. ഇനി ഈ സാധനം സുഷുമ്നയിൽ പോയി സുഷുമ്ന വേണ്ട തീരുമാനം എടുത്തു, അല്ലെങ്കിൽ തലച്ചോറ് പോയി തലച്ചോറ് വേണ്ട തീരുമാനം എടുത്തു അല്ലേ? അതിനുശേഷം എന്തുണ്ടാവും? പ്രേരക ആവേഗം ഉണ്ടാവും. ഓക്കെ, ഇവിടെ ചൂടുണ്ടാവുന്നുണ്ട്, നീ കൈ വലിക്കണോ എന്ന് പറയുന്ന ആ ഒരു പ്രേരകം വരും. ആ പ്രേരക ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. എന്താ ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്ന് മനസ്സിലായി. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും സംപ്രേഷണം ചെയ്യുന്നത് നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സുഷുമ്നയാണ്. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? എപ്പോഴും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തലച്ചോറല്ല ഡീൽ ചെയ്യുന്നത്. പല കാര്യങ്ങളും സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഡീൽ ചെയ്തു പോകുന്നത് ആരാണ്? സുഷുമ്നയാണ്, അല്ലെങ്കിൽ സ്പൈനൽ കോഡാണ്. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേക്ഷണം ചെയ്യുന്നു. അത് മാത്രമല്ല, വേറെ എന്താണ് സുഷുമ്ന ചെയ്യുന്നത്? നമ്മൾ നടത്തം, ഓട്ടം തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആവർത്തന ചലനം തുടങ്ങിയിട്ടുള്ളവ ഏകോപിപ്പിക്കുന്നത് സുഷുമ്നയാണ്. അതായത് നമ്മൾ പോലും ചിന്തിക്കാതെ നമ്മൾ ഈ കാല് വെച്ച ശേഷം ആ കാല് വെക്കും, എന്നിട്ട് നമ്മൾ നടന്നു പോകും. നമ്മൾ ആലോചിച്ച് ഓക്കെ വലത്തെ കാല് കഴിഞ്ഞാൽ അടുത്ത കാല്, ഇങ്ങനെയാണോ നമ്മൾ വെക്കുന്നത്? അല്ല, അറിയാതെ സംഭവിക്കുക, നമ്മൾ അങ്ങ് നടന്നു പോവുക. ഇത്തരത്തിലുള്ള ആവർത്തനപരമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് സുഷുമ്നയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുറേ ദൂരം നടന്നു കഴിഞ്ഞിട്ട് ഇത്രയും ദൂരം ഞാനാണ് നടന്നേ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോയിട്ടില്ലേ? അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ സക്സസ് റേറ്റിൽ SCRT പഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ ഈ 5-ൽ ഒരാളാവാനായിട്ട് നിങ്ങൾക്ക് പറ്റും. KS മെൻറ്റർ ഇതുവരെ നേടിയിട്ടുള്ള വിജയങ്ങൾ, അതുപോലെ തന്നെ LDC പരീക്ഷയിൽ ഇനി നേടാൻ പോകുന്ന വിജയങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം SCRT മാത്രമല്ല, മറ്റുള്ള എല്ലാ ഫാക്റ്റുകളും വസ്തുതകളും എല്ലാം മാറി വരുന്ന എക്സാം പാറ്റേണിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവുന്നതുകൊണ്ട് തന്നെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലാസ്സിന്റെ ഹാൻഡ് ഔട്ട് നമുക്ക് ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ KS മെൻറ്ററിന്റെ ആപ്പിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട്, സയൻസിന്റെയും മറ്റു വിഷയങ്ങളുടെയും ഒക്കെ ക്ലാസ്സുകളുമായിട്ട്, SCRT സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.